നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പവർ ജനറേഷൻ കമ്പനികളെക്കുറിച്ചാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. ആ ഒരു പവർ ജനറേഷൻ ഫീൽഡിൽ ഏതൊക്കെ കമ്പനികളാണ് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത്, ഏറ്റവും വലിയ വലിയ കമ്പനികൾ ഏതാണ്, അവയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, പവർ ട്രാൻസ്മിഷൻ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു വീഡിയോ. ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു 9 ലക്ഷം കോടി രൂപ ഇന്ത്യൻ ഗവൺമെൻറ് പവർ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് പവർ ജനറേഷൻ്റെ കപ്പാസിറ്റിയും ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പവർ ജനറേഷൻ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് കുറച്ച് സ്റ്റോക്കുകൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇനിയും ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സ്റ്റോക്കും എടുത്ത് നോക്കാം. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. കാരണം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് NTPC, അദാനി പവർ, JSW എനർജി, സെസ്ക്. ഈ കമ്പനികളെല്ലാം പവർ ജനറേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. നമുക്ക് 1 by 1 ആയിട്ട് പോയിട്ട് ഓരോന്നിൻ്റെയും ഡേറ്റ ഒന്ന് പഠിക്കാം. നമ്മൾ NTPCയുടെ ആദ്യം തന്നെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ NTPCനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, NTPC ലിമിറ്റഡ് എൻഗേജ്ഡ് ഇൻ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്. ജനറേഷൻ ആൻഡ് സെയിൽ ബൾക്ക് പവർ ഓഫ് സ്റ്റേറ്റ് പവർ യൂട്ടിലിറ്റീസ്. ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഈ കാര്യങ്ങൾക്കാണ് ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്. ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇത് ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. റിസ്ക് ഉണ്ട് എങ്കിലും ലാർജ് ക്യാപ്പാണ്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ കമ്പനികളിൽ ഒരു കമ്പനിയാണ് NTPC. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ NTPCയുടെ ഒരു ടോട്ടലായിട്ടുള്ള ഓവർവ്യൂ നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ, ടെക്നിക്കലി നമ്മൾ 1 ഇയറിൽ നമുക്ക് ഇത് 16% റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു കുറച്ച് ഡിപ്പിലാണ് കിട്ടുന്നത്. ഏകദേശം 448 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 357 കിട്ടുന്നത്. ഏകദേശം ഒരു 100 രൂപ അടുത്ത് ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ 5 ഇയറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 209% റിട്ടേൺ തന്നിട്ടുണ്ട്. ഓക്കെ, 209%. നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റ നമുക്ക് നോക്കാം. മാക്സിമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2007-8 കാലഘട്ടം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ നമുക്കൊരു റിട്ടേൺ തന്നിട്ടില്ല. ഒരു മൈനസ് റിട്ടേൺ ആണ് ടോട്ടലായിട്ടുള്ള എനർജി സെക്ടർ എന്ന്. അതിൻ്റെ ഒപ്പം തന്നെ NTPCയും അങ്ങനെ ഒരു മൈനസ് റിട്ടേൺ ആണ് തന്നത്. അതിനുശേഷം അവിടെ നിന്ന് അതിമനോഹരമായിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ഒരു പവർ സെക്ടർ സ്റ്റോക്കുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ NTPCയിലും ആ ഒരു വളർച്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, നമുക്ക് 5 ഇയർ CAGR എത്രയാണ്? 5 ഇയർ CAGR നമുക്ക് 25% തന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മോശമല്ല, നല്ലൊരു CAGR തന്നെ തന്നിട്ടുണ്ട് ഈ ഒരു കമ്പനി. അപ്പോൾ പെർഫോമൻസ് ഒത്തിരി നല്ലതെന്ന് പറയുന്നില്ല, എന്നാലും 5 ഇയർ CAGR എത്രയാണ്? നമുക്ക് 25% തന്നിട്ടുണ്ട്. നല്ലതാണ്. ഓക്കെ, ഇതിൻ്റെ വാലുവേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമുക്ക് ആദ്യം തന്നെ വാലുവേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഇവിടെ നല്ലൊരു പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻട്രി പോയിൻറ്റ് ഗുഡായിട്ട് കാണിക്കുന്നുണ്ട്. റെഡ് ഫ്ലാഗും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഈ ഒരു ടോട്ടലായിട്ടുള്ള ഈ ഒരു പവർ സെക്ടറിൻ്റെ പി റേഷ്യോ എത്രയാണ്? 23.30. അപ്പം നമുക്ക് 23-നേക്കാളും പി റേഷ്യോ കുറവാണ് ഇവിടെ NTPCക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സെക്ടറിൻ്റെ PB എത്രയാണ്? 3.52. അപ്പോൾ അതിനേക്കാളും PB റേഷ്യോയും കുറവാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നല്ലതാണ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ സെക്ടറിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് എത്രയാണ്? 1.25. അപ്പം 1.25-നേക്കാളും ഡിവിഡൻഡ് ഈൽഡ് ഇവിടെ കൂടുതൽ വരുന്നുണ്ട്, 2.10. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമുക്കിതിനി ഫോർകാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി ടിക്കർ ടൈപ്പിൻ്റെ കുറച്ച് അനലിസ്റ്റ് എത്രമാത്രം പ്രൈസ് ഈ ഒരു വർഷം കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതൊരു റേഞ്ചിൽ നിൽക്കാൻ സാധിക്കും എന്നൊരു ജസ്റ്റ് ഒരു ഫോർകാസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? നമുക്ക് ഒരു 29% ഇപ്പോഴുള്ള പ്രൈസിൽ നിന്ന് ഇനിയും ഉയരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് ഇച്ചിരി കുറവാണ്. എങ്കിലും 29% ഇത് ഉയരാനുള്ള സാധ്യതകൾ ഉണ്ട്. മീഡിയൻ മുകളിൽ ഹൈ ഇവിടെ വരെ പോകാനും ലോ ഇവിടെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു 20-25%, 30% അടുത്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. കറൻറ്റ് പ്രൈസ് ലേസിൽ നിന്നും, അതായത് 355 നിന്ന് ഒരു 450, 460, 470 ആ റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇനി റവന്യൂവിൻ്റെ കാര്യത്തിൽ എത്രയാണ്? റവന്യൂ കൂടി, അതിനുശേഷം അധികം കൂടിയില്ല. 2023-2024 ചെറിയൊരു കൂട്ടലാണ് വന്നിട്ടുള്ളൂ.
2.5% കൂടിയിട്ടുള്ളൂ റവന്യൂ. അപ്പം ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ എന്താണ്, നമ്മൾ 2025 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റവന്യൂ അധികം കൂടാൻ ചാൻസ് ഇല്ല, ഒരു കുറച്ച് 1-2% വീണ്ടും റവന്യൂ കൂടാനൊരു സാധ്യത കാണിക്കുന്നുള്ളൂ. നമുക്ക് അതിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5% സംതിങ് ആണ് റവന്യൂ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതിന് മുമ്പുള്ള വർഷത്തെ മൂന്ന് വർഷത്തെ നോക്കുകയാണെങ്കിൽ ഉള്ള CAGR-നേക്കാളും കുറവാണ് റവന്യൂ ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഏണിങ്സ്, അപ്പോൾ കമ്പനി എത്ര പ്രോഫിറ്റബിൾ ആണ് എന്ന് കാണിക്കുന്നതാണ്. ഏണിങ്സ് എത്രയാണ്, ഇവിടെ നല്ലതായിട്ട് കൂടി, ഇവിടെ അധികം കൂടിയിട്ടില്ല. 2022, 2023 2023 അതിമനോഹരമായിട്ടുള്ള പ്രോഫിറ്റ് കൂടി. 2024 വരുമ്പം കമ്പനി പ്രോഫിറ്റിലാണ്, പക്ഷേ എന്നാലും കഴിഞ്ഞ വർഷത്തെ അത്രയും പ്രോഫിറ്റ് കിട്ടാനൊരു സാധ്യത ഉണ്ടോ എന്നൊരു ഡൗട്ട്. ഇച്ചിരി പ്രോഫിറ്റ് കുറയാനുള്ള സാധ്യതകളുണ്ട്. കമ്പനി റവന്യൂ കുറച്ച് കൂടാനുള്ള സാധ്യതകളുണ്ട്, അധികം റവന്യൂ കൂടാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ കമ്പനി പ്രോഫിറ്റും കുറച്ച് കൂടാനുള്ള സാധ്യതകളുണ്ട്, അധികം കൂടാനുള്ള സാധ്യതകൾ ഇല്ല. ഇതാണ് നമുക്ക് NTPCനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹോൾഡിംഗ് ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 51% പ്രൊമോട്ടർ ഹോൾഡിംഗ് കാണിക്കുന്നുണ്ട്. പ്ലെഡ്ജും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി എല്ലാവരും റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുമുണ്ട്. അപ്പം ടോട്ടലായിട്ട് ഒരു നല്ലൊരു ഹോൾഡിംഗ് പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ മ്യൂച്വൽ ഫണ്ടിൽ പോർട്ട്ഫോളിയോ വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ICC ഇക്വിറ്റി ഡെബിറ്റ് ക്രോ ഈ ഒരു ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫണ്ടിലും ഇതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ HDFC ടോപ്പ് 100 ഫണ്ടിൽ 5% ഇതിൻ്റെ ഒരു വെയിറ്റേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ പിയർ കമ്പനികളിലേക്ക് പോകാം. NTPC കഴിഞ്ഞിട്ട് നമുക്ക് അദാനി പവറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അദാനി പവറിലേക്ക് പോകുമ്പോൾ എന്താണ്, ഇതും പവർ ജനറേഷൻ കമ്പനി തന്നെയാണ്. നമ്മൾ കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പവർ ജനറേഷൻ കമ്പനിയിൽ ഏതൊരു കമ്പനിയാണ് നമുക്ക് ഫേവറിൽ വരുന്നത്, ആ ഒരു കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ അദാനി പവർ, നമ്മൾ ആദ്യമേ NTPCനെ കുറിച്ച് നോക്കി, ഇനി അദാനി പവറിനെ കുറിച്ച് ഈ പ്രോഫിറ്റും റവന്യൂവും കാര്യങ്ങളും ഫോർകാസ്റ്റും PEയും PBയും ഒക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കമ്പനി പ്രൊവൈഡിങ് ഇലക്ട്രിക് പവർ ജനറേഷൻ ബൈ കോയിൽ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് കോയിൽ ട്രേഡിംഗ്. നമുക്ക് തെർമൽ പവർ പ്ലാന്റ്സ് ഉപയോഗിച്ച് ഇലക്ട്രിക് പവർ ജനറേഷൻ കമ്പനിയാണ്. അതുപോലെ തന്നെ കോയിൽ ട്രേഡിങ്ങും ഈ ഒരു കമ്പനി ചെയ്യുന്നുണ്ട്. ഇനി ഇതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലാർജ് ക്യാപ് കമ്പനിയാണ്, കുറച്ച് റിസ്ക് കൂടുതലുണ്ട്, കാരണം ഇച്ചിരി വോളറ്റൈലാണ് കമ്പനി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓവർവ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ 1 ഇയറിൽ എത്രയാണ്, 1 ഇയറിൽ റിട്ടേണും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ NTPC നമുക്ക് ഏകദേശം ഒരു 16% റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കമ്പനി എത്രയാണ് ഹൈ ഏകദേശം ഒരു 800 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 432 എന്ന് പറഞ്ഞ ലോ ക്രിയേറ്റ് ചെയ്ത് 536 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിപ്പിലാണ് ഈ ഒരു കമ്പനി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 5 ഇയറിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 785% റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിമനോഹരമായിട്ടുള്ളൊരു റിട്ടേൺ ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം വ്യൂവിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 2020 ആ ഒരു സമയം വരെ വലിയ റിട്ടേൺ ഇൻവെസ്റ്ററിന് കൊടുത്തിട്ടില്ല എനർജി സെക്ടർ. അപ്പോൾ അദാനി പവർ നമുക്ക് കൊടുത്തിട്ടില്ല. ബട്ട് അത് കഴിഞ്ഞിട്ടാണ് നല്ലൊരു റിട്ടേൺ നമുക്ക് എനർജി സെക്ടർ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ഇയർ CAGR 54% തന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് 5 വർഷം തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വാലുവേഷൻ കുറച്ച് ഹൈ ആണ് കാണിക്കുന്നത്, P റേഷ്യോ. അതുപോലെ തന്നെ നമ്മൾ ആവറേജ് ഗ്രോത്ത് ഉണ്ട്. നമുക്ക് ഇവിടെ റവന്യൂ 28% റവന്യൂ ഗ്രോത്ത് 3 ഇയർ ഉണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ, ഏണിങ്സ് പെർ ഷെയർ, ഇതിനെല്ലാത്തിനും നല്ലൊരു ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി പ്രോഫിറ്റബിൾ ആണ്, ഗ്രോത്ത് തരുന്നുണ്ട്, നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഹൈ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോഫിറ്റ് മാർജിൻ, അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒരു വർഷത്തെ 56%, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ, കാര്യങ്ങളെല്ലാം ടോപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. റെഡ് ഫ്ലാഗ് ഇല്ല, എൻട്രി പോയിൻറ്റ് ആവറേജ് ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് സെക്ടർ PBനെ വെച്ച് നോക്കുമ്പം ഇത് എത്രയാണ് P റേഷ്യോ, വളരെ കുറവാണ്, നല്ലൊരു കാര്യമാണ്. സെക്ടർ PBനേക്കാളും കുറച്ച് കൂടുതലാണ്. ബട്ട് ഡിവിഡൻഡ് ഈൽഡ് എത്രയാണ് തരുന്നില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും കുറച്ച് മൈനസ് ആണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ഈ ഒരു കമ്പനി വലിയൊരു കറക്ഷനിലാണ് നിൽക്കുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയേക്കാം ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു അനലിസ്റ്റ് ഇതിൻ്റെ പ്രൈസും ഏണിങ്സും റവന്യൂ ഇതിൻ്റെ ഒരു ഫോർകാസ്റ്റും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ബട്ട് നമുക്കിതിൻ്റെ റവന്യൂ ചെക്ക് ചെയ്യുവാണെങ്കിൽ റവന്യൂ കൂടിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള റവന്യൂ ഗ്രോത്ത്. പിന്നെ പ്രോഫിറ്റ് അതിമനോഹരമായിട്ടുള്ള ഗ്രോത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് 40% റവന്യൂ ഗ്രോത്ത് 2024 കണ്ടു. 2023, 2024 പ്രോഫിറ്റ് 94% തന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു റവന്യൂവും പ്രോഫിറ്റ് ഗ്രോത്തും ഈ ഒരു കമ്പനിയിൽ കാണിക്കുന്നുണ്ട്. റവന്യൂ പ്രോഫിറ്റ് ഗ്രോത്ത് ഇതുപോലെ തന്നെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ഇതിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഈ ഒരു കമ്പനിയെക്കുറിച്ച് നോക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഹോൾഡിംഗ് പാറ്റേണും കൂടെ നമുക്ക് നോക്കാം.
ഹോൾഡിംഗ് 74% പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു നല്ല രീതിയിൽ ഇത് ഉണ്ട്. അപ്പം കുറച്ച് മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലില്ല, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും കൂടെ ഉള്ളത് ഇപ്പോഴും നല്ലതാണ്, ബട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലില്ല, റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. നമ്മൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഒരു ഹോൾഡിംഗ് പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. നമ്മളിപ്പോൾ അദാനി പവർ NTPC കവർ ചെയ്തു. ഇനി നമ്മൾ JSW എനർജിയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് JSW എനർജിയിലേക്ക് പോകാം. ഇതൊരു പവർ ജനറേഷൻ കമ്പനി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറേഷൻ ആൻഡ് സെയിൽ ഓഫ് പവർ. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രേറ്റഡ് പവർ കമ്പനിയാണ്. അപ്പം ഇതും പവർ ജനറേഷൻ ആൻഡ് സെയിൽ ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. അപ്പം ഈ ഒരു കമ്പനിയെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു ലാർജർ ക്യാപ്പ് കമ്പനിയാണ്, ഹൈ റിസ്ക് കാറ്റഗറി വരുന്നതാണ്. 1 ഇയർ റിട്ടേൺ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ തന്നിട്ടുണ്ട്, 57% തന്നിട്ടുണ്ട്. ബാക്കിയുള്ള കമ്പനീനെ വെച്ച് നോക്കുമ്പം 1 ഇയർ റിട്ടേൺ കൂടുതൽ തന്നിട്ടുണ്ട്. നമ്മൾ 5 ഇയറിലേക്ക് വരുവാണെങ്കിൽ 871% അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ. മാക്സിമം വ്യൂവിലേക്ക് പോകുവാണെങ്കിൽ നമുക്ക് 579. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് അതിനുശേഷമാണ് പെർഫോം ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ പെർഫോമൻസ് 4.9 റേറ്റിംഗ് അതുകൊണ്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. ആനുവലൈസ്ഡ് റിട്ടേൺ 5 ഇയർ CAGR 57% തന്നിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് ഈ ഒരു കമ്പനി തന്നിട്ടുണ്ട്. ഇനി വാലുവേഷൻ വളരെ കൂടുതലാണ്, ഒത്തിരി ഓവർ പ്രൈസ് ആയി പോയിട്ടുണ്ട്. ഇനി ഗ്രോത്ത് കുറവാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ബട്ട് പ്രോഫിറ്റബിൾ ആണ് കമ്പനി. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, പ്രോഫിറ്റബിൾ ആണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എൻട്രി പോയിൻറ്റ് ആവറേജ് ആണ്, റെഡ് ഫ്ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ സെക്ടർ ബിനെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഒരുപാട് പ്രൈസ് മുകളിലാണ് നിൽക്കുന്നത്. കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ താഴോട്ട് വരുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ സെക്ടർ PB-നേക്കാളും PB റേഷ്യോയും കുറച്ച് കൂടുതലാണ്, ഡിവിഡൻഡ് ഡീലിലും വളരെ കുറച്ചാണ് തരുന്നുള്ളൂ. അപ്പം കുറച്ച് മൈനസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ റവന്യൂ കുറച്ച് കൂടി. ഇവിടെ പ്രോഫിറ്റ് കുറച്ച് കുറയുവാണ് ചെയ്തത്. പ്രോഫിറ്റ് ഈ 2021-24 വന്ന പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് റവന്യൂ പ്രോഫിറ്റിൻ്റെ ഒരു കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രൊമോട്ടറിൻ്റെ കയ്യിൽ 69% ഉണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. ഓക്കെ, മിക്സാണ്, കുറച്ച് പ്ലെഡ്ജിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിൽ പ്രൈസ് ഒരു 4-5% കൂടെ ഇനിയും ഇപ്പം നിൽക്കുന്ന പ്രൈസിൽ നിന്ന്, ഇപ്പോൾ എത്രയാണ് നിൽക്കുന്നത്, 655 നിന്ന് ഒരു 720, 730 ആ റീജിയനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് കാണിക്കുന്നത് ഒരു ആവറേജ് ആയിട്ട്. ഇനി നമ്മൾ റവന്യൂവിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് റവന്യൂ നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. 20% റവന്യൂ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമ്പനി എത്രയാണ്, പ്രോഫിറ്റബിളാണ്. കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റബിളാണ്. 28% കൂടാനുള്ള സാധ്യതകളുണ്ട് റവന്യൂ. പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് റവന്യൂ കൂടും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നുണ്ട് കമ്പനി, നല്ലൊരു റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവാണ്. എന്താണ് പോസിറ്റീവ് അല്ലാത്തത്, ഡിവിഡൻഡ് ഡീൽഡ് പോസിറ്റീവ് അല്ല, അതുപോലെ തന്നെ PE റേഷ്യോ PB റേഷ്യോ ഈ കാര്യങ്ങളൊന്നും അധികം പോസിറ്റീവ് അല്ലെങ്കിലും കമ്പനി പ്രൈസ് ഒരുപാട് മുകളിൽ പോയിട്ടുണ്ട് എങ്കിലും കമ്പനി പ്രോഫിറ്റബിൾ ആണ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് 4ാമത്തെ കമ്പനിയാണ് സെസ്ക്. ഈ ഒരു കമ്പനി കുറച്ച് നമുക്ക് വെസ്റ്റ് ബംഗാൾ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഹോൾഡിംഗ് കമ്പനി ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റി കമ്പനി എൻഗേജ് ഇൻ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി 570 കിലോമീറ്റർ ഇൻ ലൈസൻസ് ഏരിയ കൊൽക്കത്ത ആൻഡ് ഹൗറ. അപ്പം കുറച്ച് വെസ്റ്റ് ബംഗാളിൽ 570 കിലോമീറ്ററിൽ ഇലക്ട്രിസിറ്റി പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. നമ്മൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എത്രയാണ്, ഇതൊരു യൂട്ടിലിറ്റി കമ്പനി, പവർ ജനറേഷൻ കമ്പനിയാണ്, സ്മോൾ ക്യാപ്പാണ്, ഹൈ റിസ്ക് ആണ്. അപ്പോൾ ഇതുവരെ ലാർജ് ക്യാപ്പാണ് പറഞ്ഞത്, ഇതൊരു സ്മോൾ ക്യാപ്പ് ഉണ്ട്. അപ്പം ലാർജ് ക്യാപ്പിൽ ഉള്ള റിസ്കിനേക്കാളും കുറച്ചും കൂടെ റിസ്ക് കൂടുതലായിരിക്കും സ്മോൾ ക്യാപ്പിൽ. ഇനി നമ്മൾ 1 ഇയർ റിട്ടേൺ നോക്കുവാണെങ്കിൽ നമുക്ക് 55% നല്ലൊരു റിട്ടേൺ തന്നിട്ടുണ്ട്. നമുക്ക് 5 ഇയർ റിട്ടേണിൽ നോക്കുവാണെങ്കിൽ മോശമില്ല, പക്ഷേ ഇത്രയും നല്ലൊരു റിട്ടേൺ തന്നു എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് പറയാൻ സാധിക്കത്തുള്ളൂ. മാക്സിമം റിട്ടേൺ നോക്കുവാണെങ്കിൽ അതിഭീകരമായിട്ടുള്ളൊരു റിട്ടേൺ തന്നിട്ടുണ്ട്. 2003 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്, അത് അതിമനോഹരമായിട്ടുള്ള വലിയൊരു റിട്ടേൺ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു മാക്സിമം വ്യൂവിൽ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ തന്നിട്ടുണ്ട്. ഒരു പഴയ കമ്പനിയാണ്, ഒത്തിരി പഴയ കമ്പനിയാണ്. നമുക്ക് ഇനി 5 ഇയർ CAGR എത്രയാണ്, 21%, ഡീസൻ്റ് ആണ്, എന്നാലും കുറവാണ് ബാക്കിയുള്ള കമ്പനിയെ വെച്ച് നോക്കുമ്പം. റിട്ടേൺ ഓൺ ഇക്വിറ്റി വാല്യൂ. ഓക്കെ, ഇനി ഗ്രോത്തും കുറവാണ്, പ്രോഫിറ്റബിൾ ആണ്, എൻട്രി പോയിൻറ്റ് കുഴപ്പമില്ല, ഗുഡ് എൻട്രി പോയിൻ്റാണ്, റെഡ് ഫ്ലാഗും കാര്യങ്ങളൊക്കെ ലോ ആണ്. ഇതും കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. സെക്ടർ ബിനേക്കാളും PE റേഷ്യോ എത്രയാണ്, കുറവാണ്, നല്ലൊരു കാര്യം. സെക്ടർ PBനേക്കാളും കുറവാണ്. സെക്ടർ ഡിവിഡൻഡ് ഡീലിനേക്കാളും
അപ്പോൾ സെക്ടർ ഡിവിഡൻഡ് yield കൂടുതൽ ഡിവിഡൻഡ് yield ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മളിതിൻ്റെ ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 10% ഇനിയും പ്രൈസ് മുകളിലേക്ക് പോകാൻ സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. 190 നിന്ന് ഒരു 240, 250 റീജിയനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റവന്യൂ അധികം കൂടത്തില്ല. റവന്യൂ ഏകദേശം ആ ഒരു റീജിയനിൽ തന്നെ 17,000 കോടി രൂപയാണ് ഇതിനു മുമ്പുള്ള ഇയറിൽ റവന്യൂ. അപ്പോൾ അത്രയും റവന്യൂ തന്നെ നിൽക്കാനാണ് സാധ്യതകൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഏണിങ്സ് കുറച്ച് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതുവരെയുള്ള ഏണിങ്സിനേക്കാളും കുറച്ചും കൂടെ ഏണിങ്സ് കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. വീണ്ടും ഒരു 13% ഏണിങ്സ് ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഏണിങ്സ് കൂടുന്നത് കമ്പനി പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഈ ഒരു കമ്പനിയിലും അങ്ങനെ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ടോട്ടലായിട്ട് നമ്മൾ ഇതിൻ്റെ ഹോൾഡിങ്സ് നമ്മൾ നോക്കിയില്ല, ഹോൾഡിംഗ് കൂടെ നോക്കാം. ഹോൾഡിംഗ് ഇവിടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 52% ഉണ്ട്, നല്ലൊരു കാര്യമാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തു കമ്പനിയുടെ വാലുവേഷൻ നമ്മൾ അത്യാവശ്യമാണ്. നമ്മൾ വിലക്കുറവ് കമ്പനി ഒരു വിലക്കുറവ് കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ബൈ ചെയ്യുന്നതാണ് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ല കാര്യം. സെക്ടർ പിയിനേക്കാളും കൂടുതൽ വിലയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് JSW എനർജി. ബാക്കിയുള്ള കമ്പനികളെല്ലാം വിലക്കുറവിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി സെക്ടർ PBനേക്കാളും വിലക്കുറവിൽ നിൽക്കുന്നതാണ് ഈ ഒരു 2 കമ്പനികളും, NTPC ആൻഡ് നമുക്ക് സെസ്ക്. അപ്പോൾ ഈ 2 കമ്പനികളും വിലക്കുറവിൽ, അതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സയൻസാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ ഫോർകാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സെസ്ക് NTPC അവർ 80% ബൈയിങ് റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. JSW എനർജിക്ക് ബൈയിങ് റെക്കമെൻഡേഷൻ കുറയാനുള്ള കാരണം കമ്പനി പ്രോഫിറ്റബിൾ ആണ് എങ്കിലും പ്രോഫിറ്റ് വീണ്ടും കൂടാനുള്ള സാധ്യതകളുണ്ട്, റവന്യൂ പ്രോഫിറ്റ്. ബട്ട് ഇതിൻ്റെ വാലുവേഷൻ കുറച്ച് കൂടി നിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ബാക്കി സെസ്ക് NTPCയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യം ഞങ്ങൾ ഇപ്പോൾ നോട്ട് ചെയ്ത് പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഇതിൻ്റെ NTPCയിലേക്ക് വരുവാണെങ്കിൽ എന്താണ്, കുറച്ച് ഏണിങ്സ് പെർ ഷെയർ കൂടാനുള്ള സാധ്യതകൾ കുറവാണ്. ഏകദേശം ഏണിങ്സ് അത്രയും തന്നെ നിൽക്കാനാണ്. ഒത്തിരി പ്രോഫിറ്റ് ഇനിയും കഴിഞ്ഞ വർഷത്തേക്കാളും കൂടാൻ സാധ്യതകളില്ല. ബട്ട് സെസ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നുണ്ട്. നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്, അദാനി പവർ. അപ്പോൾ അദാനി പവറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വാലുവേഷൻ വളരെ ഡീസൻറ്റ് വാലുവേഷനാണ് നമുക്ക് അദാനി പവറിൽ. അതുപോലെ തന്നെ PB റേഷ്യോ സെക്ടർ PBനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. എങ്കിലും കമ്പനി ഒരു ഫീമൻ കമ്പനിയാണ്. കുറച്ച് ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കറക്ഷനിലാണ് കിട്ടുന്നത്. അപ്പോൾ അദാനി പവർ നമുക്ക് തീർച്ചയായിട്ടും കൺസിഡറബിൾ ആണ്. കമ്പനി നല്ല രീതിയിൽ റിട്ടേൺ തന്നിട്ടുണ്ട്, പ്രോഫിറ്റബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനർജി സെക്ടറിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ടിക്കർ ടേപ്പിൽ നോക്കി, നമ്മൾ അതിൻ്റെ റവന്യൂ ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, അതുപോലെ തന്നെ 5 ഇയർ CAGR, ബാക്കി കമ്പനിയുടെ എന്താണ്, ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നവർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കമ്പനി പിക്ക് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതാണ്. പവർ ജനറേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പവർ ജനറേഷൻ ഇനി ബൂസ്റ്റ് ആകും മുമ്പോട്ട് ഉള്ള സമയത്ത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കമ്പനി പിക്ക് ചെയ്യാം. അതല്ല, ഇതിനും താഴെയുള്ള, അതായത് കുറച്ചും കൂടെ സ്മോൾ ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട് ഈ ഒരു സെക്ടറിൽ. ആ ഒരു കമ്പനികളും നിങ്ങൾ അതിൻ്റെയും ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയതിന് ശേഷം ആ ഒരു കമ്പനികളിൽ നിന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യമേ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഓരോ സെക്ടർ അതിനെക്കുറിച്ച് പഠിച്ച് ഏതാണോ ഇഷ്ടപ്പെട്ട സെക്ടർ, ആ ഒരു ഇഷ്ടപ്പെട്ട സെക്ടറിൽ നല്ല കമ്പനികൾ പിക്ക് ചെയ്ത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുവാണെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു ഡിവിഡൻഡ് yield കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ 10 സ്റ്റോക്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ 2-3 സ്റ്റോക്കുകൾ പെർഫോം ചെയ്തില്ലെങ്കിലും ബാക്കി ഒരു 4-5-6 സ്റ്റോക്കുകൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാലും അത് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പവർ ജനറേഷൻ, പവർ ട്രാൻസ്മിഷൻ സെക്ടറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി മറ്റുള്ള ചെറിയ കമ്പനികളും പുതിയ കമ്പനികളൊക്കെ ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.